എടാ ഷിൻജാനെ, ഇത്ര നേരം നോക്കിയിട്ട് ഇവിടെ ഒരു മാൻകുഞ്ഞിനെ പോയിട്ടൊരു പൂച്ചക്കുട്ടിനെ പോലും കാണുന്നില്ലല്ലോ ഷിൻജാനെ. നിങ്ങൾ ആ സൈഡിലോട്ടൊന്ന് നോക്കിയേ, ഒരു മാൻകുട്ടിയും ഒരു പന്നിക്കുട്ടിയും നിപ്പിട്ട് നമുക്ക് ആ പന്നിക്കുട്ടിനെ തന്നെ വെടിവെച്ചിടേ എന്റെ ഫ്രാങ്ക്ലിൻ ബോയ്. എടാ ഈ സമയത്ത് ഇവിടെ വന്നിട്ട് നീ ഇതെങ്ങനെ കണ്ടുപിടിച്ച് ഷിൻജാനെ? നീ ആള് കൊള്ളാം. നീ പറഞ്ഞ ഐഡിയയിലൊക്കെ നമുക്ക് പോവാ. നീ ഇറങ്ങി എന്റെ പുറകെ ഫോളോ ചെയ്യും. ഫോളോ ഫ്രാങ്ക്ലിൻ ബോയ് ഫോളോ ചെയ്യാൻ പറഞ്ഞിട്ട് ഫ്രാങ്ക്ലിൻ ബോയ് തലയിൽ തല്ലി വീഴാൻ പോകും. ഷിൻജാനെ ദൈവീത് നീത്തിരൊന്നും മിണ്ടാണ്ടിരിക്കും. ഞാനൊന്ന് ഫോക്കസ് ചെയ്യട്ടെ. ആ രണ്ടെണ്ണോളം നിപ്പുണ്ട്. ഓടാ പേടിയാ എനിക്കാ. നിന്നോട് ഞാൻ പറഞ്ഞു ഒന്നും മിണ്ടാണ്ടിരിക്കാൻ. നിനക്ക് പറ്റിയൊരു കുഞ്ഞു മുയൽ മുമ്പിൽ കൂടെ ഓടിപ്പോണ്ട്. നീ ഇനി ഒരു കമാന്നൊരു അക്ഷരം വേണ്ടിയാ നിന്നെ ഈ പുഴയിലെ വെള്ളത്തിനെടുത്ത് തേടും. നീ എന്റെ പുറകെ വന്നാ മാത്രം മതി. റെഡിയല്ലേ? നമ്മുടെ ടാർഗറ്റ് അപ്പുറത്തെ കരയിൽ വെള്ളം കുടിച്ചിട്ട് നിൽപ്പുണ്ട് ഫ്രാങ്ക്ലിൻ ബോയ്. പെട്ടെന്ന് അറ്റാക്ക് ഫ്രാങ്ക്ലിൻ ബോയ്. അങ്ങനെ ഇങ്ങനെ നമ്മൾ ഒന്നിനെ കയറി അറ്റാക്ക് ചെയ്തൂടാ. നമ്മൾ ആദ്യം അതുങ്ങളെ സ്പോട്ട് ചെയ്ത് ഫോക്കസ് ചെയ്തിട്ട് ഞാനിപ്പോ ഷൂട്ട് ചെയ്യാൻ പോണത് നീ നോക്കിയിരുന്നോതാ ഇതേപോലെ. ആ ഫ്രാങ്ക്ലിൻ ബോയ് കറക്റ്റ് ആയിട്ട് അതിന്റെ മേത്തിലാണ് ഫ്രാങ്ക്ലിൻ ബോയ് കൊണ്ടത്. അതവിടെ വീണ് ഫ്രാങ്ക്ലിൻ ബോയ് വീണ്. എന്റെ പൊന്നെ, ഞാൻ അപ്പോഴേ പറഞ്ഞു ഷിൻജാൻ ഇതൊക്കെ ഭയങ്കര എളുപ്പമുള്ള പരിപാടിയാണെന്ന്. ഈ ഫ്രാങ്ക്ലിൻ ഒരു കാര്യം ഏറ്റെടുത്തു കഴിഞ്ഞാൽ അത് വർക്ക് ആവുമെന്ന് നിനക്കറിയാല്ല. വെയിറ്റ് ആണ് ദേടാ ഷിൻജാനെ, വേറൊരു മാൻകുട്ടി നിൽക്കണടാ. വേണ്ട ഫ്രാങ്ക്ലിൻ ബോയ് വേണ്ട, അതതിന്റെ പണി നോക്കി പോവാൻ നോക്കട്ടെ. നമുക്കിപ്പോ വെടിവെച്ചിട്ട് അപ്പുറത്ത് കിടക്കുന്ന നമ്മുടെ മീറ്റ് എടുത്തിട്ട് ഇവിടെ വരാ എന്റെ ഫ്രാങ്ക്ലിൻ ബോയ്. എത്ര വേഗം വീട്ടിൽ പോകാന്നിട്ട് ഷിൻജാനെ. അതാ പിന്നെ അങ്ങനെ തന്നെ ചെയ്യാം. നമുക്ക് എത്രയും വേഗം നമ്മുടെ ഈ വണ്ടി എടുത്തിട്ട് അപ്പുറത്തെ കരയിൽ പോയി ആ സാധനം നമ്മുടെ വണ്ടി കയറ്റി. ഒരു മിനിറ്റ്, എന്താ ഷിൻജാനെ ആ കാട്ടിന്ന് ഒച്ച കേൾക്കണത്? ഇങ്ങനെ പേടിക്കാണ്ട് കയ്യിൽ തോക്കല്ലിരിക്കണത്. ആ തോക്കെടുത്ത് ചെന്ന് നോക്ക് ഫ്രാങ്ക്ലിൻ ബോയ്. നോക്കാനാ പോടാ. അപ്പൊ നമ്മുടെ കാര്യം തീരുമാനമായി ഫ്രാങ്ക്ലിൻ ബോയ്. ഹല്ലേലൂയ സ്തോത്രം. ഫ്രാങ്ക്ലിൻ ബോയ് പുലി തന്നെ. ഫ്രാങ്ക്ലിൻ ബോയ് അടുത്തോട്ടാണ് ഫ്രാങ്ക്ലിൻ ബോയ് വന്നത്. എന്തെങ്കിലും ഒന്ന് ചെയ്യുന്നേ. നമ്മളിനി ഒന്നും ചെയ്യാനില്ലടാ ഷിൻജാനെ, എല്ലാം ആ പുലി ചെയ്തോളും. ഫ്രാങ്ക്ലിൻ ബോയ് ഉറപ്പാണ്. എന്നാ ഫ്രാങ്ക്ലിൻ ബോയ് പുലിനെ പറഞ്ഞ് മനസ്സിലാക്കി. ഞാൻ പോയി വക്കീലായിട്ട് വരാം ഫ്രാങ്ക്ലിൻ ബോയ്. എന്റെ പൊന്നെ ഒറ്റക്കാക്കിട്ട് പോയി. ഇപ്പതാ ഞാനും പുലിയും മാത്രം ഫേസ് ടു ഫേസ്, 1-on-1. നമ്മളിനി എന്ത് ചെയ്യും? പുലി അടുക്കരുത്, എന്റെ അടുത്തേക്ക് വരരുത്. എന്റെ കയ്യിൽ തോക്കാണിരിക്കുന്നത്. ഞാൻ കളരിയാണ്. എന്റെ അടുത്ത് വന്നു കഴിഞ്ഞാൽ ഞാൻ വെടിവെച്ച് ചെതറച്ച് കളയും. പുലിയാണെന്ന് നോക്കൂല. ദൈവമേ, ഓടിക്കളയ ഒരു വഴി പോലും ഇല്ലല്ലോ. പിന്നെ പറയുന്നു എന്റെ അടുത്തേക്ക് വരരുത്. പുലി പേടിച്ച് ഫ്രാങ്ക്ലിൻ 25 വയസ്സ്. 1 minute 37 seconds later. അയ്യോ, ഫ്രാങ്ക്ലിൻ ബോയുടെ കാര്യം എന്തായാലും പിടിയില്ല. ഞാനിപ്പോ ഓടി അവിടെ എത്തിയിട്ടുണ്ട്. ഫ്രാങ്ക്ലിൻ ബോയുടെ ആ പുലി എന്തായാലും പിടിച്ചാണ്. നമുക്ക് തിരിച്ച് നോക്കണോ വേണ്ട? ഈ കല്ലിന്റെ പുറകെ വിളിച്ചേക്കാം വേണ്ട. പക്ഷെ നമ്മുടെ ഫ്രാങ്ക്ലിൻ ബോയല്ലേ ഒരുപാട് ധൈര്യം സംഭരിച്ചിട്ട് ഞാൻ വേഗം തന്നെ തിരിച്ചു പോയി നോക്കട്ടെ. മാൻകുട്ടി അവിടെ കിടപ്പുണ്ട്. അതിന്റെ അപ്പുറത്തായിരുന്നു നമ്മുടെ വണ്ടി കിടന്നേച്ചത്. അവിടെ പുലിയെ ഇപ്പൊ കാണാനില്ലെന്ന് തോന്നണ്. നമ്മൾ രക്ഷപ്പെട്ട്. അവിടെ ആ പുലിനെ കാണുന്നില്ല. പക്ഷേ നമ്മുടെ ഫ്രാങ്ക്ലിൻ ബോയിനെ അവിടെ കാണാൻ. ഫ്രാങ്ക്ലിൻ ബോയ്, ഫ്രാങ്ക്ലിൻ ബോയ്, എന്താണ് ഫ്രാങ്ക്ലിൻ ബോയ് നിങ്ങൾക്ക് സംഭവിച്ചത്? ഫ്രാങ്ക്ലിൻ ബോയിയുടെ പുലി കൊന്നേ. അയ്യോ പുലി, നീ എന്തിനാണ് എന്റെ ഫ്രാങ്ക്ലിൻ ബോയിനെ കൊന്നത്? കൊന്നിട്ട് നീ എങ്ങോട്ടേക്ക് ഓടിപ്പോയി? ഫ്രാങ്ക്ലിൻ ബോയ് എണീക്ക്. ഇവിടെ കിടക്കല്ലേ ഫ്രാങ്ക്ലിൻ ബോയ്, ഡേഞ്ചർ സ്പോട്ടാണ്. നമുക്ക് വേഗം വീട്ടിൽ പോവാം. അയ്യോ ഫ്രാങ്ക്ലിൻ ബോയ് എണീക്കൊന്നുമില്ലല്ലോ. ഞാനിനി ഈ കാട്ടിൽ ഒറ്റയ്ക്ക് എന്ത് ചെയ്യും? എടാ ഷിൻജാനെ, എന്നെ രക്ഷിക്കടാ. ഫ്രാങ്ക്ലിൻ ബോയ് ഒറ്റയ്ക്കാക്കിയേക്കണത്. അതേടാ ഫ്രാങ്ക്ലിൻ തന്നെയാണ്. എടുത്തോണ്ട് പോടാ ഷിൻജാനെ എന്നെ ഇവിടുന്ന്. ആ പുലി എന്നെ എന്തൊക്കെയോ ചെയ്ത്. എനിക്കെന്തോ സംഭവിച്ചിട്ടോ ഷിൻജാനെ. നിങ്ങളപ്പോ തട്ടിപ്പോയില്ലേ? നിങ്ങൾ കിടക്കണപ്പോ ഞാൻ ഓർത്തു നിങ്ങൾ തട്ടിപ്പോയെന്നാണ് ഫ്രാങ്ക്ലിൻ ബോയ്. ഞാൻ ചത്തിട്ടില്ല, പക്ഷെ എന്റെ ബോഡിയിൽ എനിക്ക് എന്തൊക്കെയോ മാറ്റങ്ങൾ ഫീൽ ചെയ്യുന്നുണ്ടോ ഷിൻജാനെ. എന്നെ എത്ര വേഗം നീ ഒന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കണം ഷിൻജാനെ. ഞാനാകെ തളർന്നു നിൽക്കുവാണ്. ഇപ്പൊ ഞാൻ തളർന്നു വീഴും. പെട്ടെന്ന് എന്നെ ആശുപത്രി എത്തിക്ക്. പെട്ടെന്നാവട്ടെ. തല കറങ്ങിടുക. Oh my God, ഫ്രാങ്ക്ലിൻ ബോയുടെ ബോധം പിന്നെയും പോയി. ഫ്രാങ്ക്ലിൻ, can you hear me?
നിങ്ങൾക്ക് എന്നെ കേൾക്കാമോ? നിങ്ങൾ ഇതുവരെ മരിച്ചിട്ടില്ല ഫ്രാങ്ക്ലിൻ. പ്ലീസ് കണ്ണു തുറക്കും ഫ്രാങ്ക്ലിൻ. കണ്ണു തുറക്കണ ഇത് ആരാണത്? ഞാനിത് എവിടെ ഇപ്പൊ ഉള്ളത്? ഫ്രാങ്ക്ലിൻ, നിങ്ങൾ ധൈര്യമായിട്ടിരിക്കും. ഞാനാണ് ഡോക്ടർ സൈമൺ. നിങ്ങൾ ബോധം കെട്ട് വീണപ്പോൾ തക്ക സമയത്ത് നിങ്ങളുടെ ഈ ഷിൻജാനാണ് നിങ്ങളുടെ ഹോസ്പിറ്റലിൽ എത്തിച്ചത്. അതുകൊണ്ട് നിങ്ങളുടെ ജീവൻ ഇതുവരെ നഷ്ടപ്പെട്ടില്ല മിസ്റ്റർ ഫ്രാങ്ക്ലിൻ. നിങ്ങൾ സന്തോഷിച്ചു. ഡോക്ടർ, എനിക്ക് എന്താ ഡോക്ടർ സംഭവിച്ചത്? ഒന്ന് പറ ഡോക്ടർ. അത് മിസ്റ്റർ ഫ്രാങ്ക്ലിൻ, ഞാൻ കുറച്ച് ക്ലിയർ ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞു തരാം. നിങ്ങളെ കുറച്ചു മുമ്പ് ഒരു ടൈഗർ അറ്റാക്ക് ചെയ്തായിരുന്നു. ആ സമയം കൊണ്ട് നിങ്ങളുടെ ബോഡിയിലേക്ക് ഒരുപാട് വൈറസുകൾ തള്ളിക്കേറിയിട്ടുണ്ട്. ഈ വൈറസുകൾ സാധാരണഗതിയിൽ ഒരു മനുഷ്യ ശരീരത്തിൽ കയറി കഴിഞ്ഞാൽ അയാൾ ഏകദേശം ഒരു 2 മണിക്കൂറകം തന്നെ മരിച്ചു പോകുന്നതാണ്. പക്ഷെ നിങ്ങളുടെ കാര്യത്തിൽ ഇതൊരു മെഡിക്കൽ മിറാക്കിളാണ് മിസ്റ്റർ ഫ്രാങ്ക്ലിൻ. എന്താണ് സംഭവിച്ചിരിക്കുന്നത് ഞങ്ങൾക്ക് പോലും ഇത്ര നേരം മനസ്സിലായിട്ടില്ല. ഞെട്ടിത്തെരിച്ചിരിക്കണം ഞങ്ങൾ. അതെ അതെ, എക്സാക്ട്ലി അത് തന്നെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷേ നിങ്ങളുടെ ബോഡിയിൽ വന്നേക്കുന്ന എന്തൊക്കെയോ മാറ്റങ്ങൾ അതെന്താണെന്ന് ഞങ്ങൾക്ക് ഇതുവരെ കണ്ടുപിടിക്കാനായിട്ടില്ല മിസ്റ്റർ ഫ്രാങ്ക്ലിൻ. ബട്ട് നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് അത് മനസ്സിലാകുന്നതാണ്. ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഇനി ഡിസ്ചാർജ് ചെയ്യാം. എന്തൊക്കെയാ പറയണതെന്ന് നമുക്കൊന്നും മനസ്സിലാവണില്ല. പക്ഷെ എനിക്കൊരു കാര്യം മനസ്സിലായെന്ന് വെച്ച് കഴിഞ്ഞാല് എന്റെ ബോഡിയിൽ എന്തൊക്കെയോ മാറ്റങ്ങളുണ്ട് ഇവര് പറഞ്ഞതുപോലെ. പക്ഷെ അതെന്താണെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ എന്തായാലും കുറച്ച് സമയം എടുക്കും. ഇപ്പൊ തൽക്കാലം ഇവിടെ അനങ്ങാതെ മിണ്ടാതെ കിടക്കാം. വീട്ടിൽ ചെന്നിട്ട് ബാക്കി കാര്യങ്ങളെല്ലാം നമുക്ക് പക്കയായിട്ട് നോക്കി എന്താ വേണ്ടെന്ന് നമുക്ക് അതിനനുസരിച്ചിട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ വീണ്ടും ബോധം കിട്ടോ? നിങ്ങൾ ഇങ്ങനെ പേടിക്കല്ലേ, ധൈര്യമായിട്ടിരിക്കും. ഞാൻ പറഞ്ഞില്ലേ, പിന്നെ ബോധം വന്നു. ഇടക്കിടക്ക് വരും പോകും, പോകും വരും, വരും പോകും, പോകും വരും, ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. നിങ്ങൾ അതൊന്നും ഓർത്ത് പേടിക്കണ്ട. നിങ്ങൾ വീട്ടിൽ ചെന്നിട്ട് നന്നായിട്ടൊന്ന് റെസ്റ്റ് ചെയ്യൂ. എന്നിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ തീരുമാനിക്കാം. 2 hours later. എത്ര നേരമായിടാ മൈക്കിളെ നമ്മളിവിടെ നിൽക്കണത്? ഈ ഫ്രാങ്ക്ലിനും ഷിൻജാനും ഹോസ്പിറ്റലിൽ നിന്ന് വരാൻ തുടങ്ങിയിട്ട് കുറെ നേരമായല്ലേ. നീ ഇങ്ങനെ ചൂടാവില്ലേ? അവരിങ്ങനെ എത്തട്ടെ. റോട്ടില് ട്രാഫിക് ഉണ്ടാവും, അതുകൊണ്ടല്ലേ. ചെക്കനെ കൊണ്ട് ആംബുലൻസ് ഡ്രൈവറെ ഡോർ നിന്റെ പുലി കൊന്നില്ലടാ. ഹായ് മൈക്കിളെ, ട്രെവറെ, എന്തൊക്കെയുണ്ട്? ശരി, അത് ഞങ്ങൾ നിന്നോടല്ലടാ ചോദിക്കേണ്ടത്. നിനക്ക് എന്താണ് ഫ്രാങ്ക്ലിനെ പറ്റിയത്? പറയണ കുട്ട. അതൊരു നീണ്ട കഥയാണ്. അത് പെട്ടെന്ന് പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ഞാൻ ട്രൈ ചെയ്യാം. എന്റെ ഫ്രാങ്ക്ലിനെ, എന്നാലും നിന്റെ മേത്ത് കയറിയേക്കണത് ഏത് തരം വൈറസ് ആയിരിക്കും? അതിനെപ്പറ്റി എനിക്ക് യാതൊരുവിധ പിടിയുമില്ല. പക്ഷെ എന്റെ തലയൊക്കെ നല്ല വേദനയുണ്ട്. എനിക്ക് എന്തൊക്കെയോ മാറ്റങ്ങളുണ്ട്. അതെന്താന്ന് എനിക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരാനും പറ്റുന്നില്ല. അതാണ് എന്റെ പ്രശ്നം. ബ്രേക്ക് ഫുള്ള് കംപ്ലീറ്റ് പോയെന്ന് തോന്നുന്നു. ഈ ട്രക്കിന്റെ കൺട്രോളിലല്ല. ഓ മൈ ഗോഡ്, ഒരു വളമാണ് വരുന്നത്. എല്ലാരും റോട്ടിൽ നിന്ന് മാറിക്കോ, എന്റെ ട്രക്കിന്റെ ബ്രേക്ക് പോയി. എല്ലാരും മാറിക്കോ, മാറിക്കോ, എന്റെ ട്രക്ക് ബ്രേക്കിലാണ് വരുന്നത്. ആരെങ്കിലും ഓ മൈ ഗോഡ്, റോഡിൽ ആൾക്കാർ നിൽക്കുന്നു. മാറ് 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 മാറ്. ഇവിടെ സംഭവിച്ചേക്കണത്? ഫ്രാങ്ക്ലിനെ, ഞാൻ ഒരു കാര്യം
പരിചയിക്കട്ടെ. ശരിക്കും നീ ആരാ? സൂപ്പർ ഹീറോ.